ഹലോ, ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് തെരിയാച്ചിയതാണ്. തെരിയാച്ചിയത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലബാർ ഏരിയയിലെല്ലാം ഈ നോമ്പിൻ്റെ സമയത്ത് മാത്രമാണ് അധികവും തെരിയാച്ചിയെല്ലാം ഉണ്ടാക്കൽ. നമ്മൾ തലശ്ശേരിയിലെല്ലാം നോമ്പിൻ്റെ സമയത്ത് മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണിത്. പലർക്കും ഇഷ്ടമില്ലാത്തവരുണ്ടാവും, എന്നാലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ, പശു നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗീ തന്നെ എടുക്കണം കേട്ടോ, എന്നാൽ മാത്രം അതിൻ്റേതായ ശരിക്കുള്ള ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വറുത്ത റവയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ശരിക്കും ഇതിന് വറുക്കാത്ത റവയാണ് യൂസ് ചെയ്യുക. വറുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ആ ഗീയിലിട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുക, അതായത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗീയിലേക്ക് ആ റവേനൊന്ന് മിക്സ് ചെയ്യുക, അത് വറുക്കുന്നതൊന്നല്ല കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ഓരോരുത്തർ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാൽ സെപ്പറേറ്റ് എടുത്തതൊന്നല്ല. 1 കപ്പ് തേങ്ങയിൽ ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരിച്ചെടുത്തതാണ് ഞാനിപ്പോൾ 1.25 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിത് നന്നായി തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഈ തേങ്ങാപ്പാൽ നന്നായി തിളക്കണം. അത് തിളക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റവയും വെന്ത് കിട്ടും. അപ്പോൾ അത് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ റവയെല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടിയിട്ടുമുണ്ട്. നമുക്കിത് ലൂസായിട്ടാണ് വേണ്ടത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് പശുവും പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1.5 ഗ്ലാസ് പശുവും പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് തേങ്ങാപ്പാൽ, പിന്നെ 2-ാമത് പശുവും പാൽ, അങ്ങനെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ ഒരു പശുവും പാലും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് തിളക്കണം. അതായത് നമ്മൾ ഒഴിച്ചു കൊടുത്ത പശുവും പാലും കൂടി ഒന്ന് തിളച്ച് കിട്ടണം. അതോടുകൂടി നമ്മുടെ ഈ ഒരു സാധനം റെഡിയായി. ഇത്ര പണി മാത്രമേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 2 ഏലക്ക ജസ്റ്റ് അതിൻ്റെ സീഡ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലയെന്നാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, അത് തികച്ചും ഓപ്ഷണലാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പാല് തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പാല് തിളച്ച് കഴിഞ്ഞാൽ ഇത് റെഡിയായി, നമുക്കിത് ഓഫ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പാല് ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാ നമ്മുടെ പാലിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതിൽ മുന്നേ നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂണ് ഗീ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ട്. അതിന് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും നട്ട്സ് ഇടാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ആ ഒരു ഉള്ളി ഒന്ന് ജസ്റ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഈ ഗീയിലിട്ടിട്ടൊന്ന് സോട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ലോണം ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ നല്ല തലശ്ശേരി സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന നമ്മുടെ തരികാച്ചി എന്നെല്ലാം പറയും ഇതിന്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഇങ്ങനെ ഉള്ളിയും നട്ട്സെല്ലാം ഇങ്ങനെ ഗീയിലിട്ട് വെച്ചതുണ്ടല്ലോ, അതിങ്ങനെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കുടിക്കുക. ചിലർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് ഇത് കംപ്ലീറ്റ് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ പറഞ്ഞ പോലെ ആ നട്ട്സും ആ ഒരു ഉള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. ചിലർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും, ചിലർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല ഇത്. എങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ല ഈസി റെസിപ്പി ആയിട്ട് ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.